മന്ദാകിനി directed by Vinod Leela and the writer എന്ന് പറയുന്നത് ഷിജു എം ഭാസ്കർ ആൻഡ് ഷാലു ആണ്. സ്റ്റാറിംഗ് അൽത്താഫ് വന്നിട്ട് നമുക്ക് കുറേ സിനിമകളിലൂടെ പുള്ളിയുടെ ഒരു ലോ ടോൺ പ്രൊഫൈൽ കൊണ്ട് തന്നെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു നായകനാണ് അൽത്താഫ് എന്ന് പറയുന്നത്. അൽത്താഫിൻ്റെ കൂടെ അനാർക്കലി മരക്കാർ. അനാർക്കലി എപ്പോഴും വന്നിട്ട് നമുക്ക് ഒരുപാട് സിനിമകളിലൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ കാണുന്ന സിനിമകളിലൊക്കെ അനാർക്കലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഉണ്ടാവാറും ഉണ്ട്. കാരണം വെറുതെ വന്നു പോകുന്നൊരു നായികയല്ലാതെ അതിൻ്റെ മേലേക്ക് പെർഫോമൻസ് കൊണ്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ടും ഇപ്പം ഈ റീസെൻ്റ്ലി ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്നൊരു ആക്ട്രസ്സാണ് ആക്ച്വലി അനാർക്കലി മരക്കാർ. അനാർക്കലിക്ക് പുറമെ ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സ് വേറെയുണ്ട്. അതിനകത്ത് സരിത കുക്കു ഉണ്ട്, അതുപോലെ തന്നെ അശ്വതി ശ്രീകാന്ത് ഉണ്ട്. സോ ബേസിക്കലി ഒരു വിമൻ ഓറിയൻറ്റഡ് സിനിമ എന്നൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് പറയാം. സോ ആ രീതിയിലാണ് ആക്ച്വലി മന്ദാകിനി വന്നിട്ടുള്ളത്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറായിട്ടുള്ള കോമഡി സെക്ഷനിലേക്കാണ് ആക്ച്വലി ഈ സിനിമ വന്നിട്ടുള്ളത്. ആരോമലും അതുപോലെ തന്നെ അമ്പിളിയുടെയും കല്യാണത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ചെറിയ ഒരു ത്രെഡിനെ അതിഗംഭീരമായിട്ട് എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി വിനോദ് ലീലയ്ക്കും അതുപോലെ തന്നെ എൻ്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഷിജു എം ഭാസ്കറിനും ഷാലുവിനും പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഇന്നലെ ചെറിയൊരു സെൻറ്ററായിട്ടുള്ള തലശ്ശേരിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസ് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി ഈ സിനിമക്ക്. അതുകൊണ്ട് തന്നെ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ പ്രേക്ഷകൻ അയാളുടെ മൗത്ത് പബ്ലിസിറ്റിയുള്ള കൂടെ വരുന്നത് തന്നെയാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. സോ അത് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വളരെ ലോ പ്രൊഫൈലിൽ തന്നെയാണ് ഈ സിനിമ ഉടനീളം പോകുന്നത്. അത് ആ സിനിമയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിന് ഒരു തരത്തിലും വന്നിട്ട് കോട്ടം സംഭവിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അൽത്താഫിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സോണിൽ ഒരു ലോ പ്രൊഫൈൽ സോണിലാണ് നിൽക്കുന്നത്. അത് പുള്ളിക്കാരൻ്റെ ഒരു വോയിസ് മോഡുലേഷനും അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ഡയലോഗ് ഡെലിവറിയൊക്കെ കൊണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എവിടെയൊക്കെ വന്നിട്ട് നമുക്കൊരു സിനിമ ഒന്ന് താഴോട്ടേക്ക് പോകുന്നു തോന്നുന്നു, അപ്പോഴൊക്കെ വന്നിട്ടൊരു കോമഡി പരിപാടി ഇതിനുള്ളിലേക്ക് പിടിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. ആകെ മൊത്തത്തിലാണെങ്കിൽ ഈ ചെറിയ കുഞ്ഞിരാമായണം പോലത്തെ ഒരു ചെറിയ ത്രെഡിൽ പോകുന്ന സിനിമകൾ എപ്പോഴും വന്നിട്ട് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം 2 മണിക്കൂറും 7 മിനിറ്റുമാണ് സിനിമ. അപ്പോൾ അത് ഈ ഒരേ സ്ഥലത്ത് കറങ്ങുന്ന സിനിമയാകുന്ന സമയത്ത് വേറെ സീനുകളില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് കുറച്ചും കൂടി പ്രേക്ഷകന് ബുദ്ധിമുട്ടുണ്ടാവും ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ലോ ആകുന്ന സമയത്തേക്കും വന്നിട്ട് ഒരു കോമഡി വരികയും ആൾക്കാർ മൊത്തം ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അത് ഇതിനകത്ത് ഒരു ഗംഭീര പ്ലസ് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തു. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഷെറിൽ 2 hours 7 minutes. ഇതിങ്ങനെയാണ് ഈ സിനിമ, ഇത് വന്നിട്ട് ഇത്രയും സമയം മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ഉണ്ടാവുമല്ലോ. സോ ആ എഡിറ്റിംഗ് ഇതിന് പക്കയായിട്ട് വർക്കായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എഡിറ്റർ കറക്റ്റ് സമയത്ത് കട്ട് ചെയ്ത് പ്രേക്ഷകനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന എഡിറ്റർ ഒരു പ്രശംസ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിബിൻ അശോകാണ്. മ്യൂസിക് ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് മാസ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അതിനൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാട്ടും വളരെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അൽത്താഫിനും അതുപോലെ തന്നെ അനാർക്കലിക്കും ശേഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വിനീത് തട്ടിലാണ്. വിനീത് തട്ടിൽ ആക്ച്വലി നമ്മുടെ അങ്കമാലി ഡയറീസിലൊക്കെ ഉണ്ട് ഒരു അങ്കമാലി സ്ലാങ്, ഒരു ലോക്കൽ സ്ലാങ് പഠിച്ചിട്ടുള്ള ഒരു പരിപാടി. പുള്ളി ഈ അൽത്താഫിൻ്റെ അതായത് ആരോമലിൻ്റെ അളിയനായിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. സോ പുള്ളി വന്നിട്ട് സ്കോറിങ് വെച്ചാൽ ശരിയായ സ്കോറിംഗ് ആണ് പുള്ളി ആക്ച്വലി ചെയ്യുന്നത് ഈ പടത്തിൽ. കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ്. അതായത് നമുക്ക് അൽത്താഫിനോളം അല്ലെങ്കിൽ അൽത്താഫിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ആക്ച്വലി വിനീത് തട്ടിലിൻ്റെ ഉണ്ണി എന്ന് പറയുന്ന അളിയൻ്റെ ക്യാരക്ടർ, ഉണ്ണിയളൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ക്ലൈമാക്സ് വരെയും പുള്ളിക്കാരൻ്റെ ആ ഒരു കോമഡി സ്റ്റൈലും ആ ഒരു സംസാരത്തിലുണ്ടാകുന്ന കോമഡി ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഗണപതി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു സസ്പെൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് ഗണപതി വന്നിട്ട് ഗംഭീരമാണ് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാജിക്കാണ് തോന്നുന്നത്. കാരണം വേറൊരു ആക്ടറിൻ്റെ സിനിമയിലേക്ക് വന്ന് വേറൊരു ആക്ടർ പുള്ളിയെ ഡിമോളിഷ് ചെയ്യാണ് കംപ്ലീറ്റ്ലി. സോ അത്തരത്തിലുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് അത് നമുക്ക് മലയാള സിനിമയിൽ ആവശ്യത്തിലധികമുണ്ട്.
സോ അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആവുകയും പല സിനിമകളിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ പുറമെ അതിൻ്റെ അശ്വതി ശ്രീകാന്ത് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ അജയ് വാസുദേവ് ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത്, ചെറിയൊരു ക്യാരക്ടറാണ്, അതിഗംഭീരമായിട്ട് പുള്ളി ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് നമ്മുടെ ലാൽ ജോസ് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ ജൂഡ് ആൻ്റണി ജോസഫ് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് പ്രിയ പ്രകാശ് വരെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് ജിയോ ബേബി നമ്മുടെ കാതലിൻ്റെയൊക്കെ ഡയറക്ടർ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ജിയോ ബേബിയുടെ ക്യാരക്ടർ എനിക്ക് അത്ര വർക്കായില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ബാക്കി എല്ലാവരും ആ കോമഡിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മുഖത്തൊരു പോലീസ് മുഖം പോലത്തെ ഒരു ഫീലും, പുള്ളിക്കാരൻ കോമഡി ചെയ്തിട്ട് അങ്ങോട്ട് വർക്കൗട്ട് ആവാത്ത പോലത്തെ ഒരു ഫീലും വന്നിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് കാരണം പുള്ളിക്കാരൻ അങ്ങനെ ഒരു റഫ് ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് വന്നിട്ട് കോമഡി ചെയ്യാൻ ശ്രമിച്ചിട്ട് വർക്കൗട്ട് ആവാത്ത പോലെ തോന്നി. ബാക്കി അതിനകത്തുള്ള എല്ലാവരും തന്നെ ഹെവി സ്കോറിങ് നടത്തിക്കൊണ്ടിരിക്കും. ഈവൻ അജയ് വാസുദേവ് പോലും ഹെവി സ്കോറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ചുമ്മാ ഒരു വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തു. സോ അത്രയും കാര്യങ്ങളാണ് എനിക്ക് മന്ദാകിനി എന്ന് പറയുന്ന സിനിമേനെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ മന്ദാകിനി നമ്മൾ പറയുന്നില്ല, വേർഡ് ഓഫ് മൗത്ത് കാരണം മുമ്പിലോട്ടേക്ക് പോയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഇത്രയും ഹെവി ക്ലാഷിൻ്റെ ഇടയിലും ഈ മഴയിനിടയിലും ഇത്രയും ആൾക്കാർ വന്ന് കാണുന്നുണ്ടെങ്കിൽ ആ സിനിമ വന്നിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ക്ലൈമാക്സ് വരെ, അതായത് അത്രയും ഗംഭീരമായിട്ടുള്ള ഐ മീൻ ഒരു സ്ക്രീൻ പ്ലേ ഒരുക്കി വെച്ചത് കൊണ്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ ക്ലൈമാക്സ് വരെ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ മന്ദാകിനി OTT വന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് മന്ദാകിനി ഇൻ തിയേറ്റേഴ്സ്.